എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, സജിൻ ഗോപു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കിയൊരു ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സന്ദർഭത്തിനനുസരിച്ചുള്ള തമാശകളും ഒപ്പം ചിന്തിപ്പിക്കുന്ന നിഗൂഢതകളും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ചിത്രമാണെങ്കിലും സിനിമയുടെ രണ്ടാം പകുതിയും ക്ലൈമാക്സും അല്പം സങ്കീർണമാണെന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മെയ് മാസം 13-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഒരു മലയാളം മൂവിയാണ് കപ്പ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സഞ്ജു വി സാമുൽ സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് കപ്പ്. ബേസിൽ ജോസഫ്, നമിത പ്രമോദ്, ഗുരു സോമസുന്ദരം എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബാഡ്മിന്റൺ കളിയെ സ്നേഹിക്കുന്ന നിതിൻ ബാബു എന്ന യുവാവിന്റെ കരിയറിലെയും ജീവിതത്തിലെയും പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. 2024 റിലീസ് ചെയ്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി ഇപ്പോൾ മനോരമാക്സിലൂടെ മെയ് 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ഒരു വിമാനാപകടത്തെ തുടർന്ന് വിജനമായ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം സ്കൂൾ കുട്ടികളുടെ കഥയാണിത്. മുതിർന്നവരായ ആരുടെയും മേൽനോട്ടമില്ലാതെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതും അതുമൂലമുണ്ടാകുന്ന അച്ചടക്കമില്ലായ്മയും പിന്നീട് അവർ മൃഗീയമായ പെരുമാറ്റത്തിലേക്ക് മാറുന്നതാണ് ഈ പരമ്പരയുടെ ഇതിവൃത്തം. 2024 മെയ് 4 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3. ഈ സീസണിൽ ആകെ 8 എപ്പിസോഡുകളാണ് ഉള്ളത്. സീസൺ 3-ൽ വലിയ യുദ്ധങ്ങളും ഡ്രാഗണുകൾ തമ്മിലുള്ള അതിശക്തമായ പോരാട്ടങ്ങളുമാണ് ഈ സീസണിന്റെ പ്രത്യേകത. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 22 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് സാത്താൻ ദ ഡാർക്ക്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് സാത്താൻ ദ ഡാർക്ക്. ഫെഡറിക് ജോൺ, ഐറ പാലക്, ചാന്ദിനി തമിഴരശൻ, ശ്രീജ രവി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിലാണ്. അസ്തിനപുരം എന്ന മലയോര ഗ്രാമത്തിൽ നടന്ന ഒരു മന്ത്രവാദ ചടങ്ങ് പരാജയപ്പെടുകയും അതുമൂലം ഭയാനകമായ ഒരു ശാപത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി വെബ് സീരീസ് ആണ് സിസ്റ്റം. സോനാക്ഷി സിൻഹ, ജ്യോതിക എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വിനി അയ്യർ തിവാരി സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലറാണ് സിസ്റ്റം. സാമൂഹിക നീതിക്കും നിയമപരമായ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നും 2 സ്ത്രീകൾ അനീതിക്കെതിരെ ഒന്നിക്കുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. മെയ് 22 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാള മൂവിയാണ് ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണദാസ് മുരളി അണിയിച്ചൊരുക്കിയ ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് മോഹിനിയാട്ടം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5-ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C കേരളവുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് പ്രിയദർശൻ, അക്ഷയകുമാർ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഭൂത് ബംഗ്ല, ഒരു ഹൊറർ കോമഡി ചിത്രമായ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. മംഗൽപൂർ എന്ന ഗ്രാമത്തിലെ ഒരു പഴയ കൊട്ടാരവും അവിടെ നടക്കുന്ന അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ അക്ഷയകുമാറെ കൂടാതെ തബു, പരേഷ് റാവൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. അക്ഷയകുമാറും പ്രിയദർശനും 14 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. 120 കോടി രൂപ ബഡ്ജറ്റ് നിർമ്മിച്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 228 കോടി രൂപയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ജൂൺ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് കാളിദാസ് 2. 2019 റിലീസ് ചെയ്ത് ഭരത് നായകനെത്തിയ കാളിദാസ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് കാളിദാസ് 2. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയായ കാളിദാസ് 2-ൽ ഭരതിനെ കൂടാതെ സംഗീത, ഭവാനി ശ്രീ, പ്രകാശ് രാജ്, കിഷോർ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു. സിനിമയുടെ കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. ഒരു ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിൽ അവിടെയുള്ള ഒരു 4 വയസ്സുവരെ കുട്ടിയെ കാണാതാകുന്നതും അതിനോടനുബന്ധിച്ച് നടത്തുന്ന അന്വേഷണങ്ങൾക്കിടയിൽ കണ്ടെത്തുന്ന ദുരൂഹതകളുമാണ് ഈ സിനിമയുടെ പ്രമേയം. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 12 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.